UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനെറ്റ് വാച്ച് ഫൗണ്ടേഷൻ എന്ന സംഘടന അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. ചൈൽഡ് പോൺ അല്ലെങ്കിൽ കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളുടെ വ്യാപനം വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് പഠനം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം 3 ലക്ഷത്തിലധികം ദൃശ്യങ്ങളാണ് ഓൺലൈനിൽ പ്രചരിച്ചത് എന്നും സംഘടന ചൂണ്ടിക്കാട്ടുന്നു. 2024 താരതമ്യപ്പെടുത്തുമ്പോൾ 7% വർധനവാണിത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന വ്യാപനമാണ് 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആശങ്കാജനകമായ തരത്തിലാണ് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളുടെ, പ്രത്യേകിച്ച് AI നിർമ്മിത വീഡിയോകളുടെ ഈ വർധനവ്. 3440 AI നിർമ്മിത ചൈൽഡ് പോൺ വീഡിയോകളാണ് IWF മാത്രം കണ്ടെത്തിയത്. 2024 ഇത് 13 എണ്ണം മാത്രമായിരുന്നു. നേരത്തെ എൻക്രിപ്റ്റഡ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ, ഡാർക്ക് വെബ് എന്നിവിടങ്ങളിൽ മാത്രമായിരുന്നു ഇത്തരം ചൈൽഡ് പോൺ വീഡിയോകൾ പ്രചരിച്ചിരുന്നത്. എന്നാൽ AI കടന്നുവരവോടെ അതിൽ വലിയ മാറ്റം വന്നിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം പ്രചരിച്ചതിൽ 2/3 ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ളവ ചിത്രീകരിക്കുന്നതാണ്. AI ഉപയോഗിച്ച് കുറ്റവാളികൾക്ക് അവർ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ നിർമ്മിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നുവെന്നാണ് IWFന്റെ ചീഫ് എക്സിക്യൂട്ടീവ് കെറി സ്മിത്ത് പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ AI വീഡിയോ നിർമ്മിക്കാൻ അനുവദിക്കുന്ന ആപ്പുകളുടെ വ്യാപനം ഇത്തരം ദുരുപയോഗങ്ങൾക്ക് വേഗത കൂട്ടിയിരിക്കുകയാണ്. എലോൺ മസ്കിന്റെ AI മോഡലായ ഗ്രോക്ക് ഉപയോഗിച്ച് ആളുകൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും അശ്ലീല ചിത്രങ്ങൾ നിർമ്മിക്കുകയും അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. ഗ്രോക്കിലുണ്ടായിരുന്ന സ്പൈസി മോഡ് എന്ന ഓപ്ഷൻ ആയിരുന്നു അതിന് സഹായകമായത്.